എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തനം മനനം ചെയ്യുവാണ്. ഇപ്പോൾ വിശ്വാസികളെ, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്നത്തെ വചനം നമ്മൾ റോമൻസിൻ്റെ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 18 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. റോമൻസിൻ്റെ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 18 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യാം. നമുക്കറിയാം, ഈ റോമൻസിൻ്റെ അധ്യായം 57-ാം ബി സിയിൽ എഴുതിയിരിക്കുന്ന ഒരു നമ്മൾ ഈശോയിൽ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ കൊരിന്ത്യൻസിൽ ഇരുന്നു കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമർസ്ക്ക് എഴുതിയ കലീശയ്ക്ക് എഴുതിയ ഒരു ബുക്കാണ്. എന്താ വെച്ചാൽ, ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നടക്കുന്ന പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒത്തിരി അശുദ്ധികളും ഒത്തിരി പാപങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ സൃഷ്ടികർത്തായ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സൃഷ്ടികർത്തായ യഹോവയെ നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കാതെ സൃഷ്ടിയിൽ കാണുന്ന വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉപവാസം ഇന്ന് തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലണ്ട്, അതായത് വലിയൊരു നോയമ്പ് നമ്മുടെ തുടങ്ങുന്ന അവസ്ഥയാണ്. പലരും 40 ദിവസത്തെ നടത്തുന്നു, 46 ദിവസത്തെ നടത്തുന്നു, 50 ദിവസത്തെ നടത്തുന്നു. ഈ നോയമ്പിൻ്റെ എല്ലാ ഉദ്ദേശവും ഒന്ന് തന്നെയാണ്. യഹോവ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി തുടങ്ങിയ സമയത്ത്, നമ്മുടെ യേശുക്രിസ്തു മിനിസ്ട്രി തുടങ്ങിയ സമയത്ത്, ആ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ അദ്ദേഹം 40 ദിവസം ഉപവസിച്ച് നിരാഹാരം ഇരുന്നിട്ടുകൊണ്ട് അദ്ദേഹം ഈ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുൻപോട്ട് അദ്ദേഹം മിനിസ്ട്രി തുടങ്ങിയത്. ആ മിനിസ്ട്രി കൂടെ അദ്ദേഹം തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ക്രൂശാരോഹണത്തിന് എന്ത് ഉദ്ദേശത്തോടു കൂടി യഹോവയുടെ ഏകനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടോ, ആ പുത്രനെ എന്തിനു വേണ്ടി വിട്ടോ, അതിൻ്റെ ഉദ്ദേശപൂർത്തിയിലേക്ക് നമുക്ക് ഇന്ന് വരുന്നൊരു അവസരമാണ്. ആ ക്രൂശാരോഹണത്തിൻ്റെ ആ ആരംഭത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന പവിത്രാത്മാ നമ്മുടെ ഹൃദയത്തിലുള്ള സമയത്ത്, ആ ഒരു സഹായമായിട്ട് നമുക്ക് ഒരു അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഹൃദയത്തിൽ പവിത്രാത്മാവിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ള സമയത്ത്, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാം പരിശുദ്ധമായിട്ട് ശുദ്ധമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ക്രൂശാരോഹണ സമയത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ശുദ്ധരായി തീരുവാനായിട്ട് നമ്മൾ സഹായിക്കുക, നമ്മൾ ഒരുക്കപ്പെട്ടവരായിത്തീരണം. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് യഹോവയുടെ റൈച്ചസ്നെസ്സിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. നമ്മൾ എന്തുമാത്രം യഹോവയെ വിശ്വസിക്കുന്നു, അത്രമാത്രം നമ്മൾ റൈച്ചസ്നെസ്സിലേക്ക് യഹോവയിലേക്ക് നമ്മൾ അടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും അതോടൊപ്പം തന്നെ അന്യജാതികളും ഒരു സമയത്ത് പൂർണ്ണമായിട്ട് പാപത്തിലേക്ക് അടിമപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ അനുഗ്രഹത്തിൻ്റെ അനുതാപത്തിൻ്റെ ആവശ്യം നമുക്ക് കണ്ടപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമുക്കതിനു വേണ്ടി നമ്മളെ മാർഗദർശനം തന്നു. അത് നമുക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി നമ്മൾ വിടുതൽ തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ക്രൂശാരോഹണത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുക ചെയ്ത്. ഇന്ന് ആ ഒരു അവസരത്തിൽ, അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന അവസരത്തിൽ നമ്മളെല്ലാം ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തന്നിരിക്കുന്ന, സഹായിയായിട്ട് തന്നിരിക്കുന്ന, അതിനെ സൂക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് സുരക്ഷിതമാക്കി വയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഉപവാസത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ സ്വർഗത്തിലുള്ള യഹോവ നമുക്ക് നമ്മുടെ പാപം കണ്ട് നമ്മളെ ക്രോധപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്രോധം നമ്മൾക്ക് ഉള്ളിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും അധർമ്മങ്ങൾ ചെയ്യാതെ സത്യത്തിനെ നമ്മൾ ചവിട്ടി മെതിക്കാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഇത് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രോധം ഒരു ഇമോഷണൽ ദേഷ്യമല്ല, നേരെ മറിച്ച് യഹോവയുടെ പവിത്രമായ പ്രവൃത്തിയും ന്യായത്തിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് അത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ആ ഉത്തരമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. അതായത് യഹോവ സത്യമാണ്. മനുഷ്യരെല്ലാവരും സത്യത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ന്യായത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ചാടുന്നു. ഇത് നമുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. യഹോവ ഇതിൻ്റെ
19 20 പദങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് യഹോവ നമ്മളെ എന്തെല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ. ഈ സൃഷ്ടിയിൽ നമുക്ക് യഹോവ എല്ലാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്, ആ സൃഷ്ടിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അതെല്ലാം കംപ്ലീറ്റ് ശക്തി, ആ മഹാൻ ശക്തി ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇത് യഹോവയുടെ ശക്തിയാലാണ് ഈ സൃഷ്ടി ഉണ്ടായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ്. പക്ഷേ നമ്മളതെല്ലാം മറന്നു പോകുന്നു. സങ്കീർത്തനക്കാരന് 19 അധ്യായം 1 വാക്യത്തിൽ പറയുന്നത് ആകാശം യഹോവയുടെ സ്തുതിക്കുകയും മഹിമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വർണ്ണനം മാത്രമാണ് ഈ സൃഷ്ടി മൊത്തം കാണുന്നത്. അത് ആകാശവും ഭൂമിയെല്ലാം യഹോവയുടെ എന്നെ മഹിമപ്പെടുത്തുന്ന ഒരു കാണുന്ന ഒരു സൃഷ്ടികളാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ സൂര്യൻ ജീവിതത്തിൽ കാണുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഇതെല്ലാം ഈ മഹാൻ ആയ യഹോവ നമുക്ക് സൃഷ്ടിച്ച് തന്നിരിക്കുന്ന സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, ഇത് യഹോവയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഈ റോമൻസിൻ്റെ ഈ പുസ്തകത്തിൽ 21 പദത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. യഹോവയെ നമ്മൾ വലിയ ശക്തിയാണെന്നും മഹാൻ ശക്തിയാണെന്നും അദ്ദേഹത്തിനെ നമുക്ക് മഹിമപ്പെടുത്തണമെന്നും നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സ്തുതിക്കണം, ആരാധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മളൊരു അജ്ഞാനിയായി മാറിക്കൊണ്ട് നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ അറിവില്ലാത്തവരുടെ കൂട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന ഒരു വൈരാഗ്യമാണ്, പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം നമുക്ക് ഒരു കൂടി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അതിൽ ഖേദപ്പെടുന്നു, അതിൽ ദുഃഖിക്കപ്പെടുന്നു. നമ്മൾ അതിനൊരവസ്ഥ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ യഹോവയിൽ നമ്മൾ താങ്ക്സ് കൊടുക്കണം. യഹോവയിൽ നന്ദി കൊടുത്തുകൊണ്ട് ആരാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ മനസ്സിലുള്ള അന്ധകാരങ്ങളെല്ലാം, ആത്മീയ അന്ധകാരങ്ങൾ മൊത്തം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളിപ്പോൾ ഇതിൽ തന്നെ 22 23 പദങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ ബുദ്ധിയുള്ളവരാണ്, പക്ഷേ ബുദ്ധിയുള്ളവരാണെന്ന് നടിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിഹീനനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടിയിൽ കാണുന്ന സൃഷ്ടികർത്തായിട്ടുള്ള യഹോവയെ നമ്മൾ ആരാധിക്കാതെ സൃഷ്ടിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്തുകൊണ്ട് സൃഷ്ടി ആരാധിക്കുന്നു? സൃഷ്ടിയിൽ കാണുന്ന വസ്തുക്കൾ, അതായത് മൂർത്തി പൂജകൾ, അതായത് കല്ലുകൾ, അല്ലെങ്കിൽ നമ്മൾ ധനങ്ങൾ, അല്ലെങ്കിൽ സൃഷ്ടി കാണുന്ന പ്രശസ്തി കാണുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് യഹോവയെ നമ്മൾ അപമാനിക്കുകയും യഹോവയെ നമ്മൾ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. ഇതിൽ തന്നെ 24 25 പദങ്ങളിൽ നമ്മൾ ഈ പ്രകാരം കാണുന്നു. നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഹൃദയത്തിൽ ഉണ്ടാകുന്ന അഭിലാഷങ്ങൾ, നമുക്ക് ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് നമ്മൾ യഹോവയിൽ ഉണ്ടല്ലോ, നമ്മൾ എന്താണ് നമ്മൾക്ക് യഹോവ പറഞ്ഞിരിക്കുന്നത് അതിനെയെല്ലാം വിട്ടിട്ട് നമ്മൾ അതിന് വിപരീതമായിട്ട് നമ്മൾ സൃഷ്ടി കാണുന്ന സ്വയം മാർഗം കണ്ടെത്തി നമ്മൾ പ്രവർത്തിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. യഹോവ നമ്മളെ അതിനല്ല ഈ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഓരോ ആത്മീയ ആഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ആ ആത്മീയ ആഗ്രഹത്തിനെ വിട്ടുകൊണ്ട് നമ്മൾ ഈ പറയുന്ന യഹോവയുടെ മാർഗം വിട്ട് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ അത് ഇതിൻ്റെ 25 പദത്തിൽ നമുക്ക് ഈ പ്രകാരം പറയുന്നു. എന്താണ് പറയുന്നത്? യഹോവയുടെ സത്യത്തിനെ കള്ളം കണ്ട് മറക്കാൻ നോക്കുന്നു. നമ്മൾ സൃഷ്ടിയുടെ ഉപാസന ചെയ്യുന്നു, നമ്മൾ സൃഷ്ടിയെ ആരാധിക്കുന്നു. ഇത് നമ്മൾ ഒരിക്കലും നമുക്ക് പാടില്ല. ഈ സൃഷ്ടികർത്താവായ യഹോവയുടെ പകരം നമ്മൾ സൃഷ്ടി കാണുന്ന സാധനത്തെ നമ്മൾ ആരാധിച്ച് നമ്മൾ പാപം വലിച്ചു വയ്ക്കുവാണ്. അങ്ങനെ നമ്മൾ പാപം വലിച്ചു വയ്ക്കുന്ന ഒരവസ്ഥയെ നമ്മളിൽ നിന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അന്ധകാരത്തെ, നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരത്തിനെ മാറ്റി, ആത്മീയ അന്ധകാരത്തിനെ മാറ്റി നമ്മൾ പ്രകാശമുള്ളവരായി തീരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ഖേദിപ്പിക്കാനായിട്ട് നോക്കല്ലേ. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് ഗുണകരമായി തീരത്തില്ല. നമ്മൾ ഈ പരിശുദ്ധ നൊയമ്പിൽ
നമുക്ക് അത് ദോഷമായിട്ട് തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ നോയമ്പിൻ്റെ 1-ാം ദിവസം നമ്മളെല്ലാവരും ഇന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഈ നോയമ്പിൽ നമ്മുടെ ആത്മീയ അന്ധകാരമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സൃഷ്ടികർത്താവിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യൂ എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടി ഒരു ശപഥം എടുത്തുകൊണ്ട് ഈ സൃഷ്ടി കാണുന്ന വസ്തുക്കളെയും അതിൻ്റെ കാണുന്ന ഈ മഹിമകളെയും ഒന്നും നമ്മൾ ആരാധിക്കാൻ പോവല്ല. അതൊരു മൂർത്തി പൂജയായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വിഗ്രഹപൂര ആരാധനയായിട്ടാണ് അതിനെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് സൃഷ്ടിയിൽ കാണുന്ന ഇന്ന് സയൻസ് ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട്, നമ്മുടെ ബുദ്ധികൾ ഒത്തിരി വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം യഹോവയുടെ മഹിമ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ദാനമാണ്. ഈ ദാനത്തിന് വേണ്ടി നമ്മൾ കാണുന്ന സത്യത്തിനെ അസത്യം കൊണ്ട് മറിക്കുക. ഇത് നമ്മൾ ഒരിക്കലും പാടില്ല. ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലർക്കും കലീശയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കലീശയിൽ നമ്മൾ ചെയ്യുന്ന ഈ അവസ്ഥയിൽ പലരും കള്ളം പറഞ്ഞ്, തെറ്റുകൾ പറഞ്ഞ്, അസത്യം പറഞ്ഞ് നമ്മൾ ആ സത്യത്തിനെ മറക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറക്കുക എന്നുള്ളതാണ്. ദൈവത്തെ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ നമ്മൾ അകപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും സത്യത്തിനെ നമ്മൾ മറയ്ക്കാൻ ശ്രമിക്കല്ലേ. അത് ശ്രമിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മറയ്ക്കാൻ നോക്കുന്നു. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇതുകൊണ്ട് ഖേദിക്കപ്പെടുന്നു, ദുഃഖിക്കപ്പെടുന്നു. അതിനൊരവസ്ഥ നമ്മൾ കൊടുക്കല്ലേ. ഒരു ഖേദം നമുക്ക് പരിശുദ്ധാത്മാവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കള്ളവും സത്യവുത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിടാനായിട്ട് നമ്മൾ ശ്രമിക്കല്ലേ. അത് പാപമാണ്. നമ്മൾ ഇന്ന് യഹോവയുടെ ധനം എന്ന് പറയുന്നത് യഹോവയെ ആരാധിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്ത് നമ്മൾ റിക്രിയേഷൻ ക്ലബ്ബ് മാതിരി നമ്മൾ ഓരോരുത്തരും നമ്മൾ ഡാൻസ് ചെയ്യുകയും നമ്മൾ കൂത്ത് കളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക അല്ല ചെയ്യേണ്ടത്. അത് മാനസിക സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന അത് യഹോവയുടെ ആരാധനയല്ല, ആ യഹോവയുടെ പ്രവൃത്തിയല്ല, അതിനെ മഹിമപ്പെടുത്തുമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. സത്യത്തിന് വേണ്ടി നമ്മൾ ഇന്നൊക്കെ എല്ലാവരും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഹോവയുടെ യഥാർത്ഥ ആരാധനയൊക്കെ വിട്ടിട്ട് നമ്മുടെ മാനസിക സുഖത്തിനുള്ള ആരാധനകളാണ് നമ്മൾ നടത്തുന്നത്. ഈ മാനസിക സുഖത്തിനുള്ള ആരാധന നമ്മൾ നടത്തുമ്പോൾ അത് ദൈവദോഷമാണ്, അത് സത്യത്തിനെ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുക. നമ്മുടെ ആഗ്രഹത്തിന് സ്ഥാനമില്ല. യഹോവയുടെ ആഗ്രഹത്തിനാണ് അവിടെ സ്ഥാനമുള്ളത്. അപ്പം നമ്മൾ കാണുന്ന ഒരു വജ്രക്കല്ല് വിൽക്കുന്ന ഒരു ഡയമണ്ട് ഒരു വ്യാപാരി, അദ്ദേഹം കുപ്പി കൊണ്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഡയമണ്ട് ഉണ്ടാക്കി അദ്ദേഹം ആൾക്കാർക്ക് പറ്റിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിലയേറിയ വജ്രക്കല്ലായിട്ടുള്ള ഡയമണ്ടായിട്ടുള്ള യഹോവ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് നമ്മൾ സൃഷ്ടിയിൽ കാണുന്ന കുപ്പിയും കണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് വജ്രക്കല്ലിനെ എടുത്തുകൊണ്ട് നമ്മൾ ആരാധിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമ്മുടെ ജീവിതത്തിനെ നശീകരണത്തിലേക്ക് നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ നോയമ്പ് ദിവസത്തിൻ്റെ 1-ാം ദിവസവും നമ്മൾ ഇതെല്ലാം വിടുതലുണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി നമ്മൾ മുൻപോട്ട് പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ മനുഷ്യർ ചെറിയ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ വെടുത്തതായിക്കൊണ്ട് നമ്മുടെ ആധുനിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ തന്നെ നമുക്ക് വിട്ടു തന്ന ഒരു ഏകനായ പുത്രത്തിൻ്റെ മാർഗദർശനത്തിൽ കൂടെ നമ്മൾ നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അദ്ദേഹം നമുക്ക് വേണ്ടി ക്രൂശാരോഹണത്തിൽ പോയത് ഈ എല്ലാ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇന്ന് ആ കുരിശാരോഹണത്തിൻ്റെ അവസരം വന്നിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മൾ നോയമ്പ് നോക്കി നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ചേർന്ന് നമ്മുടെ സത്യത്തിന് വേണ്ടി ജീവിക്കുകയും അദ്ദേഹം തന്ന മാർഗദർശനത്തിൽ കൂടെ നടക്കുകയും ചെയ്ത് സൃഷ്ടികർത്താവിനെ മാത്രമേ അതായത് യഹോവയെ മാത്രമേ നമ്മൾ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. ആ സൃഷ്ടികർത്താവിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടവരായിത്തീർന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിനോടുകൂടി നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളും നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരങ്ങളും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുശ്ചിന്തകളും നമ്മുടെ ഉള്ളിലുള്ള അസത്യമായ കാര്യങ്ങളും
എല്ലാത്തിനെയും ഈ നോയമ്പ് 50 ദിവസത്തെ തീരാൻ പോകുമ്പോൾ നമ്മൾ ആ കുരിശിൽ തറച്ച് അത് നശിപ്പിച്ച് കളയണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോയമ്പിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ നോയമ്പിൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് യഹോവയിലേക്ക് അടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് യഹോവയുടെ യഥാർത്ഥ പുത്രനായി മാറാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യഹോവയെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് സൃഷ്ടിക്ക് പകരം സൃഷ്ടികർത്താവിനായ ഉപാസനം ചെയ്ത് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മാത്രമേ നമ്മളെ റോമൻസിൽ ഈ ബുക്കിൽ നമുക്ക് ഒരു വാർണിംഗ് തരുന്ന ഈ പ്രകാരമാണ്. നമ്മൾ യഹോവയുടെ മഹിമ ചെയ്യുന്നില്ലെങ്കിൽ, യഹോവയെ ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മുടെ ഈ ആത്മീയ അന്ധകാരം നമ്മുടെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് നമ്മളെ നശീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. യഹോവയുടെ ദേഷ്യങ്ങൾ, യഹോവയുടെ നമുക്ക് യഹോക്കെതിരായിട്ട് ചെയ്യുന്ന പാപങ്ങളുടെ ഒരു പ്രകടനമാണ്. ആ പ്രകടനത്തിലേക്ക് നമ്മൾ അകപ്പെടാതിരിക്കാനും ന്യായത്തിലേക്ക് നമ്മൾ അകപ്പെടാതിരിക്കാനും നമ്മൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിൽ നമ്മൾ ധാരണ ധരിക്കുകയും അതിനനുയോജ്യമായ രീതിയിൽ ഈ വചനം നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സൃഷ്ടിക്ക് അനുകൂലമായിട്ട് ജീവിക്കാതെ സൃഷ്ടികർത്താവിൻ്റെ അനുകൂലമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ട് യഹോവയ്ക്ക് അനുകൂലമായിട്ട് ജീവിച്ച് അതിൻ്റെ ഏകമകനായ യേശുക്രിസ്തുവിന് അനുകൂലമായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുക്കപ്പെട്ടവരായി ആദ്യത്തെ ദിവസത്തിൽ ഇതിന് പ്രാർത്ഥനയും ഉപവാസത്തിൽ കൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.